ഡോക്ടറെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഡൗൺ ആയി പോകുന്നു. എനിക്ക് ഡിപ്രഷൻ ആണോ? ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണത്. പക്ഷെ ഡിപ്രഷനും ലോ മൂഡും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഞാൻ ഡള്ളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഭയങ്കര ഡൗൺ ആണ്, ഞാൻ ഡിപ്രസ്ഡ് ആണ്. പക്ഷെ അതെല്ലാം ഒരു ചൂട് വരുന്ന പോലെ, അല്ലെങ്കിൽ തണുപ്പ് വരുന്ന പോലെ, അല്ലെങ്കിൽ മഴ പെയ്യുന്നത് പോലെ കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള ഒരു സംഭവമാണ്. അത് നമ്മളുടെ മൂഡിൽ വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് മാത്രമാണ്. അതൊരു നല്ല കൂട്ടുകെട്ടിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു നല്ല സാഹചര്യത്തിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴോ അതിൽ ഇമ്പ്രൂവ്മെന്റ് കാണും. എന്നാൽ ഡിപ്രഷൻ ഇതിന് വ്യത്യാസമുണ്ട്. ഡിപ്രഷൻ എന്ന് പറയുന്നത് തുടർച്ചയായി നിൽക്കുന്ന ലോ മൂഡിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് മിനിമം 2 ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ മാത്രമേ അതിന് നമ്മൾ ഡിപ്രഷൻ എന്ന് വിളിക്കുള്ളൂ. അപ്പം ഡിപ്രഷനിൽ ഒരുപാട് മറ്റ് ലക്ഷണങ്ങളുണ്ട്. എങ്ങനെ നമ്മൾക്ക് ഒരു ഡിപ്രഷനുള്ള ആളെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം. ഒരു ഡിപ്രഷനുള്ള ഒരാൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ ലോ മൂഡ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. രണ്ടാമതായിട്ട് അവരുടെ എനർജി ലെവൽസ് ഗണ്യമായി കുറവായിരിക്കും. അതായത് അവർക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പോകാനുള്ള ഒരു എനർജി ഇല്ല. എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള എനർജി കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ എനർജി ലെവൽസ് കുറവായിരിക്കും. മൂന്നാമതായിട്ട് അവർക്ക് മുൻപ് ചെയ്തിരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ താല്പര്യമില്ലാതെ ഉള്ളൊരവസ്ഥ വരാം. അതായത് TV സന്തോഷത്തോടു കൂടി കണ്ടുകൊണ്ടിരുന്ന ആൾക്ക് ഇപ്പൊ TV താല്പര്യമില്ല. പത്രം വായിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഇപ്പൊ പത്രം കാണുന്നത് താല്പര്യമില്ല. അങ്ങനെ താല്പര്യക്കുറവ് വരും. പിന്നെ നാലാമതായിട്ട് അവരുടെ ചിന്തകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. അത് എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്, ഞാൻ വർത്ത്ലെസ് ആണ്, അല്ലെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയില്ല, നിരാശ, അല്ലെങ്കിൽ കുറ്റബോധം. അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. പിന്നെ പണ്ട് നടന്നിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഓർത്തെടുക്കും. റൂമിനേഷൻസ് എന്ന് പറയും. പിന്നെ വരുന്നത് ഉറക്കത്തിലുള്ള വ്യത്യാസം. അത് ചില ആൾക്കാരിൽ ഉറക്കം കുറവായിരിക്കാം, ചില ആൾക്കാരിൽ ഉറക്കം കൂടുതലായിരിക്കാം. രാവിലെയും പകലും രാത്രിയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കിടന്ന് ഉറങ്ങുന്ന രീതി വരെ. പിന്നെ വരുന്ന വ്യത്യാസം അവരുടെ വിശപ്പ്. ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാം, ചില ആൾക്കാരിൽ വിശപ്പ് നന്നായി കുറവായിരിക്കും. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരിൽ ആത്മഹത്യ ചിന്ത കയറി വരുന്നുണ്ടോ എന്നുള്ളത്. അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചില ആൾക്കാർക്ക് ജീവിച്ചിരുന്നില്ലെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ചിന്ത കയറി വരും. അപ്പോൾ അത് എടുത്തു പറയാനുള്ള കാര്യം, 100 പേരും നോക്കുവാണെങ്കിൽ 7 പുരുഷന്മാരും അല്ലെങ്കിൽ 100 പേരിൽ ഒരു സ്ത്രീയും ഡിപ്രഷൻ കാരണം സൂയിസൈഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കണക്കുകൾ. അപ്പോൾ 20% ട്രീറ്റ് ചെയ്യപ്പെടാത്ത ഡിപ്രഷനും സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഡിപ്രഷൻ ഉണ്ട് എന്ന് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല, എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരനായിരിക്കും ചിലപ്പോൾ മനസ്സിലാകുന്നത്. അത് തിരിച്ചറിയുന്ന അതേ നിമിഷം തന്നെ നമ്മൾ അതിന് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ടിട്ട് അത് അസസ് ചെയ്യുക, അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിപ്രഷനെ നമ്മളിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റത്തുള്ളൂ.